പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിലൊന്നായ ഈ മരംവെട്ടുകാരൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4-5 ദിവസമായി വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമാൻ പ്രശാന്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ക്രമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു റിപ്പോർട്ടായി വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വരുംവരായികൾ, ശരിതെറ്റുകൾ, അതിൻ്റെ നെറ്റിഗ്രിറ്റീസ്, അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. കാരണം 3-4 ദിവസമായിട്ട് എല്ലാ ചാനലുകളും എല്ലാ പത്രമാധ്യമങ്ങളും അത് വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് ആ കരാറുകളിലുള്ള ശരികൾ, തെറ്റുകൾ, അതൊന്നും നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ മരംവെട്ടുകാരൻ്റെ ചാനല്, ആ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ഈ കള്ളത്തരത്തിനെ പച്ച പരസ്യമായി CPM-ഉം അവരുടെ യുവജന സംഘടനയായിട്ടുള്ള DYFI-യും നാണമില്ലാതെ, ലജ്ജയില്ലാതെ, ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് എനിക്കിന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താ? പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, മെസ്സിയെ കൊണ്ടിരുന്നതിന് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മരംവെട്ടുകാരൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ 126 കോടി രൂപ കൊടുത്തു. അതിലെന്തോ കുറച്ച് തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളുണ്ട്. എന്തായാലും അത്രയും കൊടുത്തു എന്നുള്ള നിലയിലാണ് നമുക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇതിൽ അന്തർലീനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ 126 കോടി രൂപയുടെ സോഴ്സ്? എവിടെ നിന്നാണ് ഈ 126 കോടി രൂപ ഈ മരംവെട്ടുകാരൻ്റെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് കിട്ടിയത്? അതിൻ്റെ സ്രോതസ് എന്താണ്? സോഴ്സ് എന്താണ്? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രാക്സ് ഓഫ് ദ മാറ്റർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ മെസ്സിയെ കൊണ്ടുവരാനുള്ള ഈ ഉത്തരവാദിത്വം എങ്ങനെയാണ് ഈ മരംവെട്ടുകാരൻ്റെ കോർപ്പറേഷന്, ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് അന്ന് അധികാരത്തിൽ നിന്ന് സർക്കാർ ഏൽപ്പിച്ചത്? അതിൻ്റെ ശരിതെറ്റുകൾ എന്താണ്? അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി മെസ്സിയെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഈ മരംവെട്ടുകാരൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സർക്കാരിനെ സമീപിക്കുമ്പോൾ കണ്ണുടച്ച സർക്കാർ അവരതിനങ്ങ് അനുവാദം കൊടുക്കണം. അതെങ്ങനെ കൊടുക്കാൻ പറ്റും സർക്കാരിന്? ഇനി മെസ്സിയെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് ഒരു സംവിധാനം രംഗത്തേക്ക് വന്നാൽ അവരെ അത് ഏൽപ്പിക്കുന്നതിനൊരു നടപടിക്രമമില്ല സുഹൃത്തുക്കളെ. ഒരു പ്രൊസീഡിയറില്ലേ അവരെ ഏൽപ്പിക്കുക? നിങ്ങൾ വന്നു, അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചു എന്നാണോ? അങ്ങനെ സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ താല്പര്യത്തിന് വന്നു കഴിഞ്ഞാൽ ആ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടപടിക്രമം അനുസരിച്ചുകൊണ്ട്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് തീരുമാനിച്ചുകൊണ്ട്, അതിൻ്റെ പണം എത്രയാണെന്ന് തീരുമാനിച്ചുകൊണ്ട്, അതിൻ്റെ സ്രോതസ് എന്താണെന്ന് കാണിച്ച് സുതാര്യമായിട്ടുള്ള രീതിയിൽ വേണ്ട ഇത് ചെയ്യാൻ. അതിനുപോലെ എന്താ സംഭവിച്ചത്? ഈ മരംവെട്ടുകാരൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാർ അപ്പോഴേ കണ്ണുടച്ച് അതിന് ഒപ്പിട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സ്പെയിനിലോ അവിടെ എവിടെയും കണ്ടു പോകുന്നു. അപ്പം ഈ കോർപ്പറേഷൻ, ഈ മരംവെട്ടുകാരൻ്റെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ പിണറായി സർക്കാരിന് പരിപൂർണ വിശ്വാസമായിരുന്നു എന്ന് വേണ്ട നമ്മൾ കാണാൻ. ഇനി ആരാണ് ഈ കോർപ്പറേഷൻ നടത്തുന്ന കമ്പനിയുടെ ഉടമകൾ? അഗസ്റ്റിൻ സഹോദരന്മാർ, ആൻഡോ അഗസ്റ്റിൻ, പിന്നെ ജോസുകുട്ടി അഗസ്റ്റിൻ, പിന്നെ വേറെ ഏതോ ഒരു അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, 3 അഗസ്റ്റിൻ സഹോദരൻ. ആരാണ് അവർ? 2020 കേരളത്തിൽ നടന്ന മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പെരുങ്കൊള്ളയിലെ 1, 2, 3 പ്രതികളല്ലേ സുഹൃത്തുക്കളെ? എത്രയോ ദിവസം ജയിലിൽ കിടന്നവരെന്ന് മാത്രമല്ല, ആ കേസ് എഴുതി തള്ളണമെന്ന് പറഞ്ഞ് കോടതി പറഞ്ഞ് പറ്റില്ല, വിചാരണ നേരിടണമെന്ന് പറയുന്ന വലിയൊരു മരംകൊള്ള കേസിൽ വിചാരണ നേരിടാൻ പോകുന്ന പ്രതികളല്ലേ ഈ ആൻഡോ സഹോദരന്മാർ? ആ പ്രതികളായിട്ടുള്ളവർ എത്ര കോടി രൂപയുടെ കൊള്ള നടത്തി എന്നുള്ളത് ആർക്കും അറിയില്ല. ആ പ്രതികളായിട്ടുള്ളവർ വിചാരണ കാത്തു കഴിയുന്നവർ സർക്കാരിനെ സമീപിച്ചിട്ട് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറയുന്നു. സർക്കാർ ഉടനെ തന്നെ അത് അനുവദിക്കുന്നു. ഉടനെ തന്നെ 129 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറുന്നു. സർക്കാർ ഒരു ചോദ്യം അതിനെക്കുറിച്ച് ഇത് എവിടെയെങ്കിലും കേട്ട് കഴിയുണ്ടോ സുഹൃത്തുക്കളെ? ഇങ്ങനൊരു കാര്യത്തിൽ ക്രിമിനൽ കേസിലെ പ്രതികളല്ലേ ഇവർ? അതിലേതോ ഒരുത്തർ ആൻഡോ അഗസ്റ്റിനാണെന്ന് തോന്നുന്നു 23 കേസിൽ പ്രതിയാണ് എന്നാണ് കേൾക്കുന്നത്. ആദ്യത്തെ തട്ടിപ്പ് നടത്തി 25ാമത്തെ വയസ്സിലാണെന്ന് മറ്റേ ഏതൊരു ചാനലിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കള്ളന്മാർ, കൊള്ളക്കാർ, അവർ പണത്തിൻ്റെ സ്രോതസ് പറയാതെ
100 ചില്ലാനും കോടി രൂപ കൊടുക്കുന്നു. 1, 2, 3, 4, 5, 10, 15 കോടിയല്ല, 126 കോടി സർക്കാർ കണ്ണുടച്ചതിനങ്ങ് സമ്മതിക്കുന്നു. സർക്കാർ എറണാകുളത്ത് GCD എന്ന് പറഞ്ഞിട്ടുള്ള ആ സർക്കാരിൻ്റെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ ഫുട്ബോൾ ഗ്രൗണ്ട് JCB ഉപയോഗിച്ച് ഉഴുതുമറിക്കാനുള്ള അനുവാദം ഈ യുവന്മാർക്ക്, ഈ കള്ളന്മാർക്ക്, ഈ കൊള്ളക്കാർക്ക് കൊടുക്കുന്നു. ഇത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ അത് ചെയ്തത്? അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിണറായി വിജയൻ സർക്കാരിനെ കണ്ണുടച്ച് പിന്തുണച്ചുകൊണ്ടിരുന്ന ചാനലാണ് ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ഈ മരംവെട്ടുകാരൻ്റെ ചാനൽ. എല്ലാ ചാനലുകളും പിണറായി സർക്കാരിനെതിരായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സർക്കാരിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യായീകരിച്ചു. കണ്ണുടച്ച് സർക്കാർ ചെയ്ത എല്ലാ വൃത്തികേടുകളും ന്യായീകരിച്ചു. ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ ചാനലുകളും എതിരായിരുന്നു. പക്ഷേ ഈ കള്ളന്മാരുടെ, ഈ കൊള്ളക്കാരുടെ ചാനൽ മാത്രമാണ് സർക്കാരിനെ അന്ന് ഇലക്ഷൻ സമയത്ത് ന്യായീകരിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇപ്പോഴും പിണറായി വിജയൻ്റെ സെറ്റുകാരെയും CPM-കാരെയും അന്ധമായി ന്യായീകരിക്കുന്നത് ഈ ചാനലാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുൻ സർക്കാരിനെ ന്യായീകരിച്ചു, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിണറായി സർക്കാരിനെ ന്യായീകരിച്ചു, തെരഞ്ഞെടുപ്പിന് ശേഷം തോറ്റിന് ശേഷവും പിണറായി ഉൾപ്പെടുന്ന കള്ളക്കൂട്ടങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കൊള്ളക്കാരുടെയും മരംവെട്ടുകാരുടെ ചാനൽ. അതിൻ്റെ ഉപകാര സ്മരണ എന്നുള്ള നിലയിലാണ് ഊമാർ നടത്തിയ ഈ കള്ളത്തരം, ഈ കൊള്ള, ഈ പെരുംകൊള്ള ഇപ്പോഴും CPM-ഉം DYFI-യും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് പെരുംകൊള്ളയാണെന്നുള്ളതിന് എന്താ തർക്കം? ഇത് 126 കോടി രൂപ കൊടുത്തു. അതിൻ്റെ സോഴ്സ് എന്താണെന്നാ ചോദ്യം, അല്ലാതെ ആരോപണമല്ല ഇത്. അപ്പോൾ പിണറായി വിജയനെതിരെ പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ആരോപണമാണ് എന്ന് വേണേൽ പറയാം. പക്ഷേ ഇത് ആരോപണമാണോ? ഇത് കൊള്ള നടന്നതല്ലേ? 126 കോടി രൂപ കൊടുത്തതല്ലേ? അത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുകയല്ലേ സർക്കാർ ചെയ്തിട്ടുള്ളത്? ചെയ്തു എന്ന് മാത്രമല്ല, ഇതെല്ലാം പുറത്തു വന്നതിന് ശേഷവും പച്ച പരസ്യമായി ഈ കള്ളന്മാരുടെ ചാനലിനെ പച്ച പരസ്യമായി ന്യായീകരിക്കുകയാണ് CPM-ഉം DYFI-യും ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര തരം താഴ്ന്നു കേരളത്തിലെ രാഷ്ട്രീയം എന്ന്. ഇത് ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷിയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അവർ ചെയ്ത കൊള്ളരുതായ്മ കൊണ്ട് അവർ തോറ്റമ്പി മൂലയ്ക്കായി മാറിക്കഴിഞ്ഞ ഒരു പാർട്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം. 2021 99 സീറ്റിൽ നിന്ന് ഇപ്പം 30 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ പാർട്ടി. 64 MLA-മാരുണ്ടായിരുന്നു, ഇപ്പം 29 MLA-മാരിലേക്ക് കൂപ്പുകുത്തിയ പാർട്ടി. ഇടതുപക്ഷ കേന്ദ്രങ്ങളിലൊക്കെ അഡപടലം തോറ്റ പാർട്ടി. ആ തോറ്റ പാർട്ടി ഒരു 100 ചില്ലാനും കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നതിനെ കണ്ണുമടച്ച് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലൊരു കൊള്ള നടന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. അതെന്താണെന്ന് വെച്ചാൽ തെളിയട്ടെ. അത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറയേണ്ടതിന് പകരം പച്ചയ്ക്ക് ഈ പെരുംകൊള്ളയെ, ഈ പെരുംകൊള്ള നടത്തിയ കൊള്ളക്കാരെ ന്യായീകരിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് CPM-ഉം DYFI-യും ഒക്കെ തരം താഴ്ന്നിരിക്കും. ആലോചിച്ചു. മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിചാരണ നേരിടുകയാണ് ഈ ആൻഡോ സഹോദരന്മാർ. വിചാരണ നേരിടുകയാണ്, ആരോപണമല്ല, വിചാരണ നേരിടുകയാണ്. അവരാ പെരുംകൊള്ളയിലൂടെ ഉണ്ടാക്കിയതല്ല ഈ പണം എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? എത്ര കോടി രൂപയുടെ മരം കൊള്ള അവർ നടത്തിയെന്ന് ആർക്കും അറിയില്ല. അതിലൂടെ ഉണ്ടാക്കിയ കാശാണോ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൊടുത്തത് എന്ന് അങ്ങനെ പറയാൻ പറ്റും? അവർ ഇതിൻ്റെ സോഴ്സ് പറഞ്ഞിട്ടുണ്ടോ? അവരങ്ങ് സർക്കാരിനോട് അടുത്തേക്ക് ചെല്ലുന്നു, സർക്കാർ അവരെ അംഗീകരിക്കുന്നു. ആ സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് പറയുന്നു. പിണറായി വിജയൻ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ സ്പോർട്സ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ വിദേശത്ത് പോകുന്നു, മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. ഇതെന്താണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ 1-2 കോടി രൂപയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. 100 ചില്ലാനും കോടി രൂപ അത് ചെലവഴിക്കുന്നത് വലിയൊരു മരംകൊള്ള കേസിലെ പ്രതികൾ. അപ്പം ആ നിലയിലേക്ക് CPM-ൻ്റെ രാഷ്ട്രീയം അധപ്പതിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയണം. ഈ പെരുംകൊള്ളക്കാരെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ പെരുംകൊള്ളക്കാർ അവരുടെ ചാനലിലൂടെ CPM എന്ത് വൃത്തികേട് കാണിച്ചാലും അതിനെ ന്യായീകരിക്കുകയാണ്. CPM-ൻ്റെയും DYFI-യുടെയൊക്കെ ഗതികേട് എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. പത്തറ്റിക്കെന്ന്, ദയനീയമെന്ന് നമുക്ക് ഇതിനെ പറയാൻ കഴിയും. അതുകൊണ്ട് CPM, DYFI എന്നൊക്കെ പറയുന്ന ഈ സംവിധാനങ്ങളുടെയൊക്കെ ഏതാണ്ട് ചരമഗീതം എഴുതുന്ന
എഴുതേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ കൊടും കള്ളന്മാർ, കൊടും ക്രിമിനലുകളായിട്ടുള്ള ഈ ചാനൽ ഉടമകളെ പച്ച പരസ്യമായി CPM-ഉം BJP-യും ഒക്കെ ന്യായീകരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ.